ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജിബിൻ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. തൊട്ട് മുൻപ് ചെയ്ത ഒരു വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണിത്. നമ്മളൊരു 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം പരിചയപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അവിടെ നമ്മൾ ടോപ്കോൺ ബൈഫേഷ്യൽ പാനലുകളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. 590 വാട്ട്സിൻ്റെ 6 പാനലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം, അതായത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ കാണിച്ചിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കണക്ട് ചെയ്യാവുന്ന ലോഡുകളെ പറ്റിയൊക്കെ പറയുകയുണ്ടായി. പുതിയ വീടുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൈറ്റ് പോയിൻറ്റ്സ് വരാറുണ്ട്. നമുക്കെല്ലാം 3 വാട്ട്സ് മുതൽ 7 വാട്ട്സ് വരെയുള്ള LED ലൈറ്റുകളൊക്കെ ആണെങ്കിലും നമ്പറിൽ ഒരുപാട് ഉണ്ട്. അതായത് 100 എണ്ണത്തിന് മുകളിലൊക്കെ ലൈറ്റുകളുള്ള വീടുകൾ ഇപ്പോൾ പുതുതായിട്ട് ഉള്ള ഡിസൈനുകളിലൊക്കെ വരുന്ന വീടുകളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ ഇത്ര ലൈറ്റുകൾ നമ്മൾ KSEB ലൈനിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ KSEB മീറ്ററിൽ റീഡ് ആവുന്ന യൂണിറ്റിൻ്റെ അളവ് വളരെയധികം കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫിക്സഡ് ചാർജും ഡ്യൂട്ടീസും ഒക്കെ ഒത്തിരി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി മുന്നോട്ടാണെങ്കിൽ പോലും നമുക്ക് ഗ്രോസ് മീറ്ററിങ്ങോ അല്ലെങ്കിൽ ഇനി ഈവൻ TOD ബില്ലിങ്, അതായത് വൈകിട്ട് 6 മുതൽ 10 വരെയുള്ള പീക്ക് ടൈമിന് കൂടുതൽ ചാർജ് ഏർപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ ബില്ലിങ് പോയാൽ പോലും ആ സമയത്തൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പീക്ക് ടൈമിൽ ഉപയോഗം കൊണ്ടുവരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ KSEB മീറ്ററിൽ നമ്മുടെ ആ സമയത്തെ ഉപയോഗം റീഡ് ആവാതെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ബില്ലിനെ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റ് കൺസംഷൻ KSEBയുടെ അറിവിൽ അധികം വരാതെ ഇരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിനെ മറ്റൊരു ഡിഫറൻറ്റ് ലോഡ് കണ്ടീഷനിൽ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ പെർഫോമൻസും അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 590 വാട്ട്സിൻ്റെ ഹാഫ് കട്ട് ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനലുകളാണ്. മൊത്തം 6 പാനലുകളാണ്. ഏകദേശം 3.6 കിലോവാട്ടാണ് നമ്മൾ പാനൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 200 AHൻ്റെ C10 സോളാർ ബാറ്ററികൾ 4 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5 kVയുടെ ഹൈബ്രിഡ് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 48 വോൾട്ടിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള ഒരു 5000 രൂപ വരെയുള്ള കറണ്ട് ബില്ലൊക്കെ നമുക്കൊരു ലിമിറ്റഡ് ആയിട്ട് നിർത്താൻ പറ്റും. ഒരിക്കലും ഓൺ ഗ്രിഡ് പോലെ പൂർണ്ണമായിട്ടും പവറൊന്നും ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. എങ്കിലും ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ടൈം പവർ സപ്ലൈ കിട്ടുക. നമ്മുടെ പവർ ലോഡുകൾ ഉൾപ്പെടെ നമുക്ക് KSEB ലൈൻ ഇല്ലാത്ത സമയത്തും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഫുൾ ടൈം അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് വീട്ടിലുള്ള എല്ലാ ലോഡുകളും 1 by 1 ആയിട്ടാണെങ്കിലും ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് മിനിമം 5 kV ഉള്ള സിസ്റ്റംസ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 1 ടൺ ഇൻവെർട്ടർ ACകളൊക്കെ വളരെ പവർ കൺസംഷൻ കുറഞ്ഞ രീതിയിലൊക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്കത് റണ്ണിങ് ടൈമിലൊക്കെ വെറും 300 വാട്ട്സ് താഴേക്കേ പവർ എടുക്കുന്നുള്ളൂ. 1-2 ഫാൻ വർക്ക് ചെയ്യുന്ന പവർ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് വീട്ടിലൊരു സോളാറൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള സിസ്റ്റംസ് വർക്ക് ചെയ്യിപ്പിക്കാം. വലിയധികം വൈദ്യുതി ബില്ലിനെ പേടിക്കേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഈ സിസ്റ്റംസ് തരുന്നത്. ഇതാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 5 kVA സിഗ്മ ഗ്രിഡ് എക്സ്പോർട്ട് മോഡൽ വരുന്നത്. ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. ഇതിൽ നമുക്ക് ഗ്രിഡ് എക്സ്പോർട്ട് എന്ന് പറയുന്ന മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഓൺ ഗ്രിഡ് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ, അല്ലെങ്കിൽ ഈ ഇൻവെർട്ടർ തന്നെയുള്ള ഒരു റിവ്യൂ വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലാത്തൊരു തീർച്ചയായിട്ടും അതൊന്ന് എടുത്ത് കാണാൻ ശ്രമിക്കുക. കൂടുതൽ അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിൽ നമ്മളതിൽ വിവരിക്കുന്നുണ്ട്. ഈ ഇൻവെർട്ടർ 5 kV ആണ് സിസ്റ്റം വരുന്നത്. ഇതിൽ നമുക്ക് കമ്പനി അവകാശപ്പെടുന്ന 5 കിലോവാട്ട് വരെ ലോഡ് കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ സോളാർ പാനലും 5 കിലോവാട്ട് നമുക്കിതിൽ ലോഡ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ ഇൻവെർട്ടറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ 5 വർഷമാണ് ഓൺ സൈറ്റ് ഫ്രീ സർവീസ് തരുന്നത്. 5 വർഷം വാറണ്ടിയുള്ള ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറുകൾ മറ്റ് കമ്പനികളൊന്നും തന്നെ ഇറക്കുന്നില്ല എന്നുള്ളതാണ്. 2 അല്ലെങ്കിൽ 3 വർഷം വരെയൊക്കെയാണ് മാക്സിമം എല്ലാ കമ്പനികളും ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറുകൾക്ക് വാറണ്ടി കൊടുക്കുന്നത്. കൂടാതെ ഇത് ഗ്രിഡ് എക്സ്പോർട്ട് സൊല്യൂഷൻ ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിലേക്ക് ഇതിനെ ഓൺ ഗ്രിഡ് ആയിട്ട് മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ പ്രൊഡക്ഷൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലും സെറ്റ് ചെയ്യാവുന്നതാണ്. സിസ്റ്റത്തിൽ 4 ബാറ്ററികൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെർട്ടർ മാത്രം ഇൻഡോറിൽ വെച്ചിട്ട് ബാക്ക് സൈഡിലേക്ക് ഹോൾ അടിച്ച് ബാറ്ററികൾ പുറത്ത് സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഓപ്പൺ എയർ നല്ലപോലെ കിട്ടുന്ന രീതിയിലുള്ള സ്പേസിലാണ് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ബാറ്ററികൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി വെള്ളം റീചാർജ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ബാറ്ററി വാച്ച് ചെയ്യാനായിട്ടൊക്കെ വളരെ സൗകര്യമായിരിക്കും. ഇങ്ങനെയുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലൊന്നും നമ്മൾ 2 ബാറ്ററി കൂടുതലുള്ള സിസ്റ്റംസ് ഒരു കാരണവശാലും വെക്കരുത്. ബാറ്ററിക്ക് ഫ്രഷ് എയർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫ്യൂംസ് ഒക്കെ നമ്മുടെ വീടിനകത്ത് കെട്ടി നിൽക്കാനും അത് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ കാരണമാകാൻ സാധ്യതയുണ്ട്. ഈ രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെ നമുക്ക് ബാറ്ററി വാട്ടറിൻ്റെ ലെവലൊക്കെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബാറ്ററി എന്തെങ്കിലും മെയിൻ്റനൻസോ ബാറ്ററി വാട്ടർ റീഫില്ലിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. 200 AHൻ്റെ 4 C10 സോളാർ ബാറ്ററികൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ചാർജിങ് ലോഡ് ഒരു 1000 വാട്ട്സ് വരെയൊക്കെ സേഫായിട്ട് രാത്രി സമയങ്ങളിൽ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്, ബാറ്ററി ഫുള്ളാണെങ്കിൽ മാത്രം. പകൽ സമയത്ത് നമുക്ക് 3000 വാട്ട്സിന് മുകളിൽ വരെയൊക്കെ ലോഡ് ചെയ്യാം. സോളാർ പാനലിൻ്റെ സപ്പോർട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ. അതിൽ വലിയ സിസ്റ്റങ്ങൾ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ഭിത്തിയായിട്ട് ചേരുന്ന സ്ഥലത്ത് 8 ഇഞ്ച് മുതൽ 10 ഇഞ്ച് ഗ്യാപ്പ് അവിടെ കൊടുക്കണം. കാരണം നല്ല ത്രോ ഉള്ള കൂളിംഗ് ഫാനാണ്. അപ്പോൾ മിക്കവാറും പകൽ സമയത്തൊക്കെ അത് ഓണായിരിക്കും.
അപ്പോൾ എയർ ടൈറ്റ് ആവാതെ നല്ല രീതിയിൽ സർക്കുലേഷൻ കിട്ടത്തക്ക രീതിയിലൊരു ഗ്യാപ്പ് ബാക്ക് സൈഡുമായിട്ട് കൊടുക്കണം. ഇതിൻ്റെ ചുറ്റോട്ട് നമ്മൾ 2 അടിയെങ്കിലും ഗ്യാപ്പ് ഒഴിച്ചിടണം, അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് എയർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. അത്ര വലിയ സിസ്റ്റങ്ങളൊക്കെ ആകുമ്പോൾ നല്ലപോലെ കൂളിംഗ്, നാച്ചുറൽ കൂളിംഗ് ആണ് കൂടുതലായിട്ടും ഇതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂളിങ്ങിനുള്ളൊരു സംവിധാനം വേണം. കൂളിംഗ് ഗ്യാപ്പുകളൊക്കെ ഒരുപാട് സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ബ്ലോക്ക് ആവാത്ത രീതിയിൽ ഫ്രീ ആയിട്ടുള്ളൊരു സറൗണ്ടിങ് നമ്മളിവിടെ ഒരുക്കി കൊടുക്കണം ഇത്തരത്തിലുള്ള വലിയ സിസ്റ്റംസ് വെക്കുമ്പോൾ. 139 വോൾട്ടുകളാണ് സോളാർ പാനലിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഏകദേശം 155 വോൾട്ട് വരുമെങ്കിലും ലോഡിലേക്ക് വരുമ്പോൾ അത് അല്പം താഴും. അതുപോലെ തന്നെ ആംബിയർ 12 ആംബിയറാണ് നമുക്ക് നിലവിൽ സോളാറിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോളാറിൽ നിന്ന് ഇതുവരെ സോളാർ വെച്ചപ്പോൾ നമുക്ക് 151 യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോളാറിൽ നിന്ന് 12 യൂണിറ്റ് കിട്ടുന്നുള്ളെങ്കിലും ബാറ്ററിയിലേക്ക് 20 ആംബിയറിലേക്ക് ബൂസ്റ്റ് ചെയ്ത് ചാർജ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ലോഡിലേക്കും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ചാർജിങ്ങും അതുപോലെ തന്നെ ലോഡ് ഷെയറിങ്ങും ഒരുപോലെ തന്നെ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ മറ്റേ MPPT സെപ്പറേറ്റ് വെക്കുന്ന സിസ്റ്റങ്ങളിൽ ബാറ്ററി ഫുള്ളായ ശേഷം മാത്രമേ ഉള്ളൂ ലോഡിലോട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ലോഡില്ലാത്ത സമയത്ത് ബാറ്ററിയിലേക്ക് ഓവർ ആംബിയർ ചാർജ് ആവാനും സാധ്യതയുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ 18 ആംബിയറാണ് കമ്പനി ഡീഫോൾട്ട് സെറ്റ് ചെയ്ത് തരുന്ന ചാർജിങ് ആംബിയർ. നമ്മളത് ഇതിൻ്റെ സെറ്റിങ്സിൽ കയറി 20 ആംബിയറായിട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം 200 Hൻ്റെ സീറ്റൻ ബാറ്ററി ആയതുകൊണ്ട് നമുക്ക് 20 ആംബിയറിലൊക്കെ വളരെ സേഫായിട്ട് ചാർജ് ചെയ്യാവുന്നതാണ്. മാക്സിമം പെട്ടെന്ന് തന്നെ ബാറ്ററി ചാർജ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് 20 ആംബിയറിൽ ബാറ്ററി ഇവിടെ ചാർജ് ആവുന്നത് കാണാം. ഇവിടെ വോൾട്ടാസിൻ്റെ ഒരു 2 ടൺ ഇൻവെർട്ടർ AC 5 സ്റ്റാർ ഇൻവെർട്ടർ AC ആണ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിത് നമ്മുടെ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷന് ഒന്ന് കാണിച്ചു തരാം. ഇത് സിംഗിൾ ഫേസ് AC ആണ്. 2 ടണ്ണാണ് കപ്പാസിറ്റി. ഇതിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് 5 സ്റ്റാർ റേറ്റിംഗിൽ വരുന്ന ഒരു AC ആണ്. ഇതിൻ്റെ ഇയർലി പവർ കൺസംഷനൊക്കെ വളരെ കുറവാണ്. ഇവിടെ കാണിക്കുന്ന പ്രകാരം നമുക്ക് ഏകദേശം 959 യൂണിറ്റ് പെർ ഇയർ ഒക്കെയാണ് വരുന്നത്. സാധാരണ കൺവെൻഷണൽ AC ഒക്കെയാണ് 1500 യൂണിറ്റിന് മുകളിലൊക്കെ 2 ടൺ ACകൾക്ക് വരുന്നതാണ്. 2 ടണ്ണാണ് AC കപ്പാസിറ്റി വരുന്നത്. ഏകദേശം 300 സ്ക്വയർ ഫീറ്റോളമുള്ള ഏരിയാസൊക്കെ നമുക്ക് കൂൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ 5 kVA ഹൈബ്രിഡ് ഇൻവെർട്ടറിൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മളൊരു കൺവീനിയൻസ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ ഒരു പവർ സോക്കറ്റ് ഉണ്ട്. അതായത് KCB ഡയറക്റ്റ് വരുന്നൊരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇൻവെർട്ടർ ഔട്ട്പുട്ട് വരുന്നൊരു സോക്കറ്റും ഉണ്ട്. AC-ലേക്ക് പോകുന്നത് ഇങ്ങനെ ഒരു പ്ലഗ് ഇൻ പ്ലഗ് ഔട്ട് സിസ്റ്റത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം നമുക്ക് നിലത്ത് നിന്നുകൊണ്ട് തന്നെ താഴെ നിന്നുകൊണ്ട് തന്നെ ഇടിമിന്നലുള്ള സമയത്ത് അൺപ്ലഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് KCB തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കുത്തിയാൽ മതിയാവും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എല്ലാ റൂമുകളിലും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീട് പണിയുന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1319 വാട്ട്സാണ് കാണിക്കുന്നത്. ഇവിടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നുണ്ട്, വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്, 2 ടൺ ഇൻവെർട്ടർ ACയും വർക്കിങ്ങിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാക്സിമം പവർ കൺസംഷൻ നമുക്ക് നോർമൽ കണ്ടീഷനിൽ വരുന്നുള്ളൂ. ഒരു 800 വാട്ട്സ് 900 വാട്ട്സൊക്കെയാണ് നോർമൽ കണ്ടീഷനിൽ നിൽക്കുന്നത്. കാരണം 5 സ്റ്റാർ ഇൻവെർട്ടർ ACയുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്. പ്രത്യേകിച്ച് ACയുടെ കപ്പാസിറ്റി കൂടുന്തോറും കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എടുക്കുന്ന സമയത്ത് കോസ്റ്റ് അല്പം കൂടുതലാണെങ്കിലും പവർ കൺസംഷൻ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകളൊക്കെ വർക്ക് ചെയ്ത് ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇതേ സമയം തന്നെ സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷനോട് ഒന്ന് വാച്ച് ചെയ്യാം. സോളാറിൽ നിന്ന് 2800 വാട്ട്സ് നമുക്ക് ടോട്ടൽ 3.6 അടുത്താണ് കപ്പാസിറ്റി. ഇപ്പോൾ നിലവിൽ 2800 വാട്ട്സോളം സോളാറിൽ നിന്ന് അവൈലബിൾ ആണ്. അതായത് ബാറ്ററി ചാർജിങ് നടക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ 2 ടൺ ഇൻവെർട്ടർ AC വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു 8 കിലോയുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ ഫ്രിഡ്ജ്, അത്യാവശ്യം TV, ലൈറ്റ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പകൽ സമയത്തെ ഒരു ഉപയോഗം. ഇവിടെ ടൈം കാണിക്കുന്നത് നോക്കണ്ട, ഇത് ടൈം തെറ്റാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഏകദേശം 11 മണി സമയമാകുന്നതേ ഉള്ളൂ. 10നും 11 ഇടയ്ക്കുള്ള വെയിലുള്ള ഒരു സമയമാണ്. പിന്നെ കൂളിംഗ് ഫാൻ ഓണാകുമ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യുന്നതിലൂടെ 4-5 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ കംപ്ലീറ്റ് ലോഡുകൾ നമുക്ക് ബാക്കപ്പിൽ അല്ലെങ്കിൽ ഫുൾ ടൈം പവർ സപ്ലൈ കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോളാർ എനർജിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മൾ ഇൻഫർമേഷൻസ് നമ്മുടെ ചാനലിലൂടെ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് റിന്യൂവബിൾ എനർജി റിസോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രീൻ എനർജി റിസോഴ്സ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിട്ട് വരും. അപ്പോൾ അതിന് നല്ലൊരു ഗൈഡൻസ് കിട്ടുന്ന ഒരു ചാനലാണ് JK സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ആവശ്യക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. സോളാർ എനർജിയെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.